അങ്ങനെ കാഫിർ എത്തീമായി. കാഫിറിന് ഉപ്പയില്ലെന്ന് ഇന്ന് കേരള ഹൈക്കോടതിയിൽ നമ്മുടെ കേരള പോലീസ് അറിയിച്ചു. ഉപ്പയാണെന്ന് കരുതി അറസ്റ്റ് ചെയ്ത കാസിം ഉപ്പയല്ലെന്നും DNA പരിശോധനയിൽ കാഫിറിൻ്റെ പിതാവിനെ ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നുമാണ് വാർത്ത. ഏതായാലും വടകരയിലെ കാഫിർ അങ്ങനെ ഇപ്പോഴും യത്തീംഖാനയിൽ തുടരുകയാണ്. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വടകരയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ വളരെ പെട്ടെന്ന് ജനിച്ചു വീണ ഒരു കുട്ടനാണ് കാഫിർ കുട്ടൻ. ആ കാഫിർ കുട്ടൻ വലിയ വാർത്തയായി മാറിയിരുന്നു. ഈ മുസ്ലിം സമൂഹത്തിനോടുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ സ്നേഹമെന്ന് പറയുന്നത് നമ്മുടെ ആവേശത്തിൽ ഒരു പാട്ട് രംഗത്ത് നമ്മുടെ ഫഹദ് ഫാസിൽ ഒരു തൂണിൽ പിടിച്ചുകൊണ്ട് അഭിനയിക്കുന്നത് പോലെയാണ്. ഇങ്ങനെ ചിരിക്കും, ഇപ്പുറത്ത് വരുമ്പോൾ മറ്റൊരു മുഖമാണ്. നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ വളരെ പാടുപെട്ട് ഫലസ്തീൻ ഐക്യദാർഢ്യവും CAA ഐക്യദാർഢ്യവും പിന്തുണയുമൊക്കെ ഗംഭീരമായി നടത്തും. എന്നിട്ട് മറുവശത്തോ കിട്ടുന്ന സമയത്ത് ചാമ്പിത്തരികയും ചെയ്യും. ആ ചാമ്പുന്ന മുദ്ര വാങ്ങി മടിയിൽ വെച്ചുകൊണ്ട് വീണ്ടും ആവേശത്തോടെ ആഹ്ലാദത്തോടെ നമ്മളെല്ലാവർക്കും കീ ജയ് വിളിക്കുകയും ചെയ്യും. ഏതായാലും അങ്ങനെ വിളിക്കുന്നതിനിടയിൽ പ്രത്യക്ഷപ്പെട്ടതാണ് കാഫിർ. കാഫിറിൻ്റെ പിതാവ് ലീഗുകാരനായ മുഹമ്മദ് കാസിമാണെന്നും ഈ മണ്ഡലത്തിൽ ഇങ്ങനെ ഒരു സന്തതിയെ ജനിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് മതേതരവാദികളായ ഒരുപാട് ആളുകൾ കരഞ്ഞു. നമ്മുടെ ദീപാനിശാന്തി ടീച്ചറൊക്കെ പൊട്ടി കാഫിറിൻ്റെ ഭാവി ഓർത്ത്, ആ കുഞ്ഞിൻ്റെ ജന്മമോർത്ത് വല്ലാതെ കണ്ണീരൊഴുക്കി. നമ്മുടെ സഖാവ് റഹീമുക്ക അവിടെ വന്ന് പൊട്ടിത്തെറിച്ച് പ്രസംഗിക്കുകയും ചെയ്തു. ഈ കാഫിറുണ്ടാക്കിയവനെ കാലം നശിപ്പിക്കട്ടെ, ശപിക്കട്ടെ എന്നൊക്കെയാണ് വല്ലാതെ പ്രാർത്ഥിച്ചു കൂട്ടിയത്. ഇപ്പോൾ പ്രതിയെ തേടി ചെന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ കാഫിറിന് ഉപ്പ ഈ പിടിച്ച കാസിമല്ല എന്നറിയുന്നത്. സംഗതി ആ സമയത്ത് കാസിം എന്നു പേരുള്ള ഒരു ലീഗ് നേതാവിൻ്റെ ഫോണിലാണ് ഇത് പ്രത്യക്ഷപ്പെട്ടതെന്ന തരത്തിലാണ് ആ കാർഡ് പുറത്തു വന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചറെ പോലെയുള്ള വളരെ സ്വീകാര്യമായ 10-60,000 വോട്ടിന് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ച ആ ടീച്ചറമ്മ മത്സരിക്കുന്ന ആ വടകരയിൽ മാളിയേക്കൽ കുടുംബമൊക്കെ പാട്ടും കൊട്ടുമൊക്കെ പാടി ടീച്ചറമ്മയ്ക്ക് സ്വാഗതം ഓതുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു കാഫിർ പിറന്നത് എല്ലാവരെയും ഞെട്ടിച്ചു. മുഹമ്മദ് കാസിമാണ് എന്നതായിരുന്നു ആ വ്യാജ സ്ക്രീൻഷോട്ടിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ കാസിമിൻ്റെ ഇൻഷ്യൽ കണ്ട് ഉറപ്പായും കാഫിറിൻ്റെ വാപ്പ കാസിമായിരിക്കുമെന്ന് വിശ്വസിച്ചു. അദ്ദേഹം ഇതറിഞ്ഞത് മുതൽ ഞാനല്ല, എൻ്റെ ഗർഭം ഇങ്ങനല്ല എന്ന് പറഞ്ഞ് നിലവിളിച്ചെങ്കിലും ആരും കേൾക്കാൻ തയ്യാറായില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി കാസിം കാഫിറിൻ്റെ ഉപ്പയെ കണ്ടുപിടിക്കണം, ഞാനല്ലെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. പോലീസ് അംഗീകരിക്കാൻ തയ്യാറായില്ല. കേസന്വേഷണം വൈകി നീണ്ടുപോയി. ഇലക്ഷൻ കഴിഞ്ഞിട്ടും കാസിം വിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ പോയപ്പോഴാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത് കാഫിർ യത്തീമാണ്, അനാഥമാണ്, കാസിമല്ല അവൻ്റെ ഉപ്പയെന്ന്. എന്ന് മാത്രവുമല്ല, അവനെ സൃഷ്ടിച്ചതിന് പിന്നിൽ അമ്പാടിമുക്ക് സഹാക്കൾ പോരാളി ഷാജി എന്നിവർക്ക് വല്ല പങ്കുമുണ്ടോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും ബാക്കി എല്ലാവരുടെയും പോസ്റ്റുകൾ പരിശോധിച്ചുവെന്നും ഒരു തെളിവും കിട്ടിയില്ലെന്നാണ് പറയുന്നത്. ഈ കാഫിർ കണ്ടാണ് നമ്മുടെ ദീപാനിശാന്തി ടീച്ചറൊക്കെ പൊട്ടി കരഞ്ഞത്. എൻ്റെ കേരളമേ, എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് ഓർത്ത് വിലപിച്ചു. എന്നാൽ ദീപാനിശാന്തി ടീച്ചർ വോട്ടെണ്ണൽ കഴിഞ്ഞ് ഇത്രയും വോട്ടുകൾ BJP സ്ഥാനാർത്ഥിക്ക് പോയതറിഞ്ഞ് പൊട്ടിക്കരഞ്ഞതുമില്ല, സങ്കടപ്പെട്ടതുമില്ല, നിരാശപ്പെട്ടതുമില്ല, കുറിപ്പെഴുതാനുള്ള സമയവും കിട്ടിയില്ല. ഏതായാലും നമ്മുടെ പോലീസ് ഉറപ്പായും ഈ കാഫിറിൻ്റെ ഉപ്പയെ കണ്ടുപിടിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയ പാർട്ടികളോട് പറയാനുള്ളത്, നിങ്ങളിതിൽ നിന്ന് പിന്മാറരുത്. സുപ്രീം കോടതിയിൽ പോയാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കാഫിറിൻ്റെ ഉപ്പ വേണം. യഥാർത്ഥത്തിൽ കാഫിറിനെ അങ്ങനെ യത്തീമാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. കുറേ നാളുകളായി ഈ സമുദായത്തെ ഇതുപോലെ യത്തീമാക്കാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ ഞങ്ങളെ സ്നേഹിക്കുന്നവരിൽ നിന്നുണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതായാലും കാഫിറിൻ്റെ ഉപ്പ ആരാണെന്ന് വേഗം കണ്ടുപിടിക്കട്ടെ. പ്രത്യേകിച്ച് പെരുന്നാൾ ദിവസവുമായി നിങ്ങളെല്ലാവരും അതിനുവേണ്ടി ദുആ ചെയ്യണമെന്നുകൂടി ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു.